ഹലോ മുത്തുമണീസ്. എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് പോവാണ് കേട്ടോ. അന്നേരം അതിൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ചെയ്യണമെന്ന് ഒരാഗ്രഹം തോന്നി, അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മളെന്തായാലും രാവിലെ ഏകദേശം ഒരു 4:45 മണി അടുപ്പിച്ച് ഞാൻ എണീച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും കഴിക്കാൻ ഫുഡൊക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ എണീച്ചത്. അതിന് മുന്നായിട്ട് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവീത് ഫുള്ളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വ്ലോഗ് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിത് ആദ്യം എടുക്കുന്നത് ഉള്ളിപ്പൂവാണ് കേട്ടോ. അതാ ഈ ഉള്ളിപ്പൂവിൻ്റെ തോരൻ ബ്രിഞ്ചാൾ എന്ന് പറയും കേട്ടോ. അതായത് ബ്രിഞ്ചാൾ തോരൻ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് നമ്മൾ കറക്റ്റ് വെക്കേണ്ട രീതിയിൽ വെച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഓംലേറ്റിൻ്റെ കൂടെ ഒക്കെ ഇട്ടാണ് കഴിച്ചിട്ടുള്ളത്. അത് നമ്മളിത് എങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അരിഞ്ഞെടുക്കുക. ആദ്യം കഴുകുക കേട്ടോ. കഴുകി അരിഞ്ഞെടുക്കുക. സിമ്പിളായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ അകം പൊള്ള പോലെയുള്ള സാധനമാണ്. അത് നമുക്ക് എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് അരിയുന്നത്. നിങ്ങൾ ആരൊക്കെയുണ്ട് ഇങ്ങനെ അരിയുന്നത്? കാരണം ഇപ്പോൾ ഉള്ളവരെല്ലാം ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടല്ല അരിയുന്നത്, കയ്യിൽ വെച്ചിട്ട് അരിയുന്നവർ കുറവാണ് അല്ലേ. നിന്ന് അരിഞ്ഞരിഞ്ഞ് എനിക്ക് കൈ കഴിച്ചപ്പോൾ ഞാൻ കൈയും കാലും കഴിച്ചപ്പോൾ ഞാൻ ഇരുന്നു കേട്ടോ. ഇരുന്നരിയുവാണ്. നല്ല രസമുണ്ടല്ലോ, ഇങ്ങനെ കാണാൻ നല്ല സാറ്റിസ്ഫൈങ് ഒരു ഇതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എന്തുമായാലും എൻ്റെ തോരൻ നിങ്ങൾ ഇത് കിട്ടുവാണെങ്കിൽ വെച്ച് നോക്കാം കേട്ടോ. നല്ലതാണ്. നമുക്ക് ഈ ഉള്ളിക്ക് പകരം ഉള്ളിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഉള്ളിയൊക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ മോനൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഉള്ളി ഓൾറെഡി ഇഷ്ടമാണ്. അന്നേരം ഇതിന് ഉള്ളിയുടെ അതേ സെയിം ടേസ്റ്റാണ്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേത് ഉള്ളി, ഇത് ഉള്ളിയുടെ പൂവ്, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആ പൂവിൻ്റെ അറ്റത്തുള്ള സാധനം നമ്മൾ എടുക്കത്തില്ല കേട്ടോ. അത് നമ്മൾ കളയും. എന്നിട്ട് ഞാൻ പയർ പുഴുങ്ങാനായിട്ട് പിന്നെ കുറച്ച് വെള്ളത്തിൽ മുളപ്പിക്കാനായിട്ടും എടുത്ത് വെള്ളത്തിൽ ഇട്ട്, പിന്നെ ഇന്നലത്തെ എല്ലാം എടുത്ത് ചൂടാക്കി വെച്ച് കേട്ടോ. പിന്നെ പാല് കാച്ചി എനിക്ക് കുടിക്കാനാണ് കേട്ടോ. കുറച്ച് പാല് കാച്ചി മോനൂട്ടിന് ഇച്ചിരി പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് അതിനകത്തോട്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വേണ്ട ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി നമ്മുടെ ആവശ്യത്തിന്, എല്ലാം നമ്മുടെ ആവശ്യത്തിനാണ് കേട്ടോ നമ്മൾ ചേർക്കുക. മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ മുളക് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ കുഞ്ഞിന് കഴിക്കാനുള്ളതും കൂടെ ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഉപ്പ് ഇട്ടു. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ല ഞെവിടി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് സ്പൂൺ കൊണ്ടും ചെയ്യാം. ഞാൻ കൈ കൊണ്ട് ഇതാക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് എല്ലായിടത്തും ഇതാവുക. പിന്നെ നമ്മൾ തേങ്ങ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡയറ്റ് എടുക്കാനായിട്ടുള്ളൊരു തുടക്കം ഡയറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എനിക്ക് നമ്മുടെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണമെന്നുണ്ട്. അന്നേരം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നാ പറയുക, ഇപ്പം പെട്ടെന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് മൊത്തത്തിൽ അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ലോ ബി പിയും കൂടെ ആയതുകൊണ്ട് പണി കിട്ടും. അതുകൊണ്ട് പെയ്യെ കുറച്ച് കാലറി കുറഞ്ഞ ഫുഡുകൾ കഴിച്ച് കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. തേങ്ങ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ പാലും വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പിന്നെ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ സാധാ തോരൻ വെക്കുന്ന പോലെ തോരൻ വെക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഓൾറെഡി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീയൽ വെക്കാൻ പോവാണ്. നമ്മൾ അരച്ച് ചേർക്കാത്ത സാധാ തീയലുണ്ടല്ലോ, അങ്ങനെ വെക്കാൻ പോവാണ് കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എൻ്റെ മോനോട്ട് എണീച്ചപ്പോൾ ഫോൺ അവൻ്റെ കയ്യിലും കൊടുത്തു. ഞാൻ അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾക്ക് ഫോണൊന്നും കൊടുക്കരുത്. പിന്നെ വീട്ടിൽ അമ്മ ഇല്ലായിരുന്നു, അമ്മ താഴോട്ട് പോയേക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇവ അനങ്ങാതിരിക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ഞാൻ പല്ല് തേക്കാൻ വന്ന് അടുപ്പയിൽ നമ്മൾ പയറിട്ടിട്ട് ഞാൻ പല്ല് തേക്കാൻ വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു പഴുത്ത കായ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇത് പുഴുങ്ങി കഴിഞ്ഞാൽ പിന്നെയും വിളവിളാന്നാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് ഇങ്ങനെ നല്ല പഴുത്തയാണ് കേട്ടോ. തൊടുമ്പഴി ഞെങ്ങി പോകുന്ന കണക്ക് അങ്ങനെ പഴുത്തുപോയി. അന്നേരം ഞാനത് ഏട്ടന് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഏട്ടന് കൊടുക്കാനായിട്ട് ഇത് മുറിച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ അൽക്കുലത്തെ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട്. അന്നേരമാണ് കണ്ടോ വെട്ടമൊക്കെ ഏകദേശം വീണ് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പവി എണ്ണീച്ച് വിച്ചു എണ്ണീച്ച് അമ്മ താണ്ടി ഇവിടെ ഉണ്ട്. ഇത് കഴിഞ്ഞാണ് കേട്ടോ അമ്മ താഴോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മറ്റേതിൻ്റെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്, തീയലിൻ്റെ ഒന്നും കേട്ടോ. നമ്മൾ പിന്നെ ഇത് എന്തുവാ ഞാൻ ചെയ്യുന്നത്, നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് തീയലിൻ്റെ ആ സംഭവങ്ങൾ അരിഞ്ഞത് എടുത്ത് അടുപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇല വെട്ടിക്കൊണ്ടൊന്ന് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇലയിലാണ് നമ്മൾ ചോറ് കൊണ്ടുപോകുന്നത്, അല്ലാതെ നമ്മുടെ പാത്രം സെറ്റായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇലയിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. എൻ്റെ പാത്രത്തിൻ്റെ അടപ്പൊന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഇലയിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് അങ്ങനെ ഇലയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തോരനും മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം അതുകൊണ്ട് ഞാൻ കുഞ്ഞിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്മയും വിച്ചുമൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് കാപ്പിയും ചായയൊക്കെ കുടിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചിലരൊക്കെ വിചാരിക്കുന്നത് എന്തുവാ ഇങ്ങനെ നമ്മൾ കടകളിൽ നിൽക്കാൻ പോകുന്നത്, പിന്നെ അങ്ങനെയുള്ള വീട്ടു ജോലികൾ, ഇതൊക്കെ എന്തോ ഭയങ്കര തെറ്റുള്ള ഇതില്ലാത്ത നാണമില്ലാത്ത ജോലികളാണെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. കാരണം എങ്ങനെയായാലും നമ്മൾ മാന്യമായ രീതിയിൽ കൂടെയാണ് ജീവിക്കുന്നത്, അല്ലാതെ നമ്മളിപ്പോൾ ഒരാളെ പിടിച്ചു പറിച്ചോ കട്ടുമൊട്ടിച്ചോ ഒന്നുമല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടേതായ രീതിക്ക് നമുക്ക് എങ്ങനെ ഇപ്പം ഞാനിപ്പം കടയിൽ പോകുന്നത് എനിക്ക് കുഞ്ഞൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. കുറച്ച് നാളത്തേക്ക് പോകുന്നുള്ളൂ എങ്കിലും എനിക്കൊരു അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട്, അതിന് അതൊന്നും നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കടയിലോട്ട് പോകുന്നത്. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഇപ്പം എല്ലാവരും സർക്കാർ ജോലിക്കാരായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജോലികൾ ചെയ്യാൻ ആൾക്കാർ വേണ്ടേ. പിന്നെ നമ്മളാണെങ്കിൽ എന്താ പറയുക, എന്നെയൊക്കെ ആണെങ്കിൽ എനിക്ക് നമ്മൾ PSCയോ കാര്യങ്ങളോ ഒക്കെ പഠിച്ച് എഴുതാവുന്ന ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്നാലും നമുക്കതിനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇപ്പം തൽക്കാലത്തേക്ക്, ഭാവിയിൽ ഇനിയും ചെയ്തുകൂടാ എന്നില്ല, തൽക്കാലത്തേക്ക് ഇപ്പം നമ്മൾ ഇതിന് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വിച്ചുമോൻ കാണാതാണ് കേട്ടോ ഇറങ്ങി. എൻ്റെ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുന്നത് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എന്ത് പറയാൻ, നമുക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് എന്തുമായാലും പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പോവാണ് കേട്ടോ. ഞാൻ ബസ്സിലാണ്. ബസ്സിൽ നിന്ന് ക്യാമറ ഓണാക്കി വെച്ചേക്കാണ്. അതാണ് മുകളിലോട്ടും താഴോട്ടും ഒക്കെ കറക്റ്റ് നോക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ബസ്സിൽ പോയി നമ്മൾ പത്തനാപുരത്ത് വന്ന് ഇറങ്ങാനായിട്ട് പോകണം കേട്ടോ. ഇവിടെ നമ്മുടെ കടയ്ക്കാൻ വേണ്ടത് പത്തനാപുരം വരെ 13 രൂപ ടിക്കറ്റാണ് കേട്ടോ. എന്താ പറയുക, ചില ബസ്സുകളൊക്കെ ചില ബസ്സുകൾ ഇല്ലില്ല, എല്ലാവരും 13 തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഓട്ടോയിൽ വരുവാണെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി എണ്ണന്മാർക്ക്, അറിയാവുന്ന എണ്ണന്മാരാണെങ്കിലും കേട്ടോ. അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 8:45 ആയപ്പോഴത്തേക്കിന് വന്നു കേട്ടോ. അന്നേരം ഞാൻ വന്നപ്പോഴത്തേക്കിന് ഞാൻ വെറുതെ അത്രയും നേരത്തെ വന്നതെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാര്യം വേറൊന്നുമല്ല, ഞാൻ കട്ട പോസ്റ്റായിപ്പോയി. കട അടച്ചിട്ടേക്കുമായിരുന്നു, തുറന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിൽക്കുവാണ് കുറച്ച് നേരത്തേക്ക്. ഇതാ കണ്ടോ, കട തുറന്നിട്ടില്ല. ഫസ്റ്റ് ദിവസമായിട്ട് താമസിക്കണ്ടെന്ന് വിചാരിച്ചാൽ കേട്ടോ നേരത്തെ ഇറങ്ങിയത്. എന്നാലും വലിയ നേരത്തെ ഒന്നും അല്ല, ഇത് 8:45 ആയി ഞാനിവിടെ വന്നപ്പോൾ. 8:40, 45 ആയി. അന്നേരത്തേക്ക് വന്നില്ല. പിന്നെ 9:05 ആയപ്പോഴത്തേക്കിനാണ് കേട്ടോ ആൾ വന്നത്. അത്രയും നേരം ഞാൻ പോസ്റ്റായിപ്പോയി. പിന്നെ കതവ് തുറന്നു, കതവല്ല ഗേറ്റ് ഷട്ടിൽ തുറന്നു. ഷട്ടിലെന്നല്ലേ പറയുന്നത്, ആണ് തുറന്ന്. എന്നിട്ട് നമ്മൾ നമ്മുടെ പണിയിലോട്ട് കിടന്നു കേട്ടോ. നമ്മൾ എന്നിട്ട് വന്നിട്ട് തൂത്ത് എല്ലാം കാണിച്ചു തരുമായിരുന്നു. എന്നോട് പറഞ്ഞ് ഇങ്ങനെയാ ചെയ്യുന്നത് അങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവയെല്ലാം കാണിച്ചൊക്കെ തരുമായിരുന്നു കേട്ടോ. അന്നേരം ഞാനും അതിനനുസരിച്ച് അവൻ പറഞ്ഞൊക്കെ ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടല്ല, ഇതിന് മുന്നേ കട നിന്നിട്ടുണ്ടെങ്കിലും കുറേ നാളായില്ലേ, കുറേ ഗ്യാപ്പ് വന്നില്ല. അതുകൊണ്ടെല്ലാം പല കടയിലും പല രീതികളായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. കാര്യം ഒരു എന്താ പറയുക, 10-11 മണിയൊക്കെ, 11:30, ഒരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ആൾക്കാർ വന്നു തുടങ്ങുക. കാര്യം ഉച്ചയൊക്കെ ആകുമ്പോഴേ. പിന്നെ ഞാൻ ശരവണ ഭവനിൽ പോയി. നമുക്കവിടെ വാഷ്റൂം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വാഷ്റൂം ഇല്ലാത്തതിൻ്റെ ഞാൻ വലിയ നേരത്തെ വെയിറ്റ് നിങ്ങളെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ച മക്കളെ, എന്നിട്ട് ഞാൻ മണ്ടത്തരം കാണിച്ച്. അതൊന്ന് നമ്മൾ ഇറങ്ങുന്നവരെ ആ വെയിറ്റ് കത്തി നിൽക്കും കേട്ടോ. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഇറങ്ങി കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേനും കുന്തം കാണുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച അടുത്ത വീഡിയോ നിങ്ങളെ കാണിച്ചു തരാമെന്ന് എൻ്റെ വെയിറ്റ് എന്ന് കേട്ടോ. അങ്ങനെ ഞാൻ നടന്നു പോവാണ്. നിങ്ങൾ ഒരിക്കലും ഈ ക്യാമറ ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നതെന്ന് വേറൊന്നുമല്ല, ഞാനിങ്ങനെ കൈ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ആരും അറിയാത്ത പോലെ എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുലുങ്ങുന്നേ. അയ്യോ. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. കുറേ ദൂരം നടക്കണം കേട്ടോ. നമ്മൾ ശരവണ ഭവനിൽ വന്നിട്ടാണ് വാഷ്റൂം പോകുന്നത്. അതുകൊണ്ട് കുറേ ദൂരം നടക്കണം. എൻ്റെ പൊന്നേ, അത് ഈ നട്ട വെയിലത്ത് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എന്നാലും നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പോണതാണ്. എനിക്കാണെങ്കിൽ യൂറിനൊന്നും പിടിച്ചു വെക്കാൻ പറ്റത്തേ ഇല്ല. കാരണം അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരും കേട്ടോ. ഞാൻ നല്ല വെള്ളം കുടിക്കുന്ന ഒരാളാണേ. അതുകൊണ്ട്
പിന്നെ ഇതാണ് നമ്മൾ ചോറ് കെട്ടുന്നതും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയില്ല, തുറക്കുന്നെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വാഴയിലക്കകത്ത് നമ്മുടെ തണ്ട മുട്ട പൊരിച്ചത്, ഉള്ളിപ്പൂത്തോരൻ, പിന്നെ പയർ പുഴുങ്ങിയത് ഞാൻ കുറച്ചെടുത്തേ പ്രോട്ടീനിന് വേണ്ടിയിട്ട്, കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തീയലുകറി എടുത്തിട്ടുണ്ട് കേട്ടോ. തീയലുകറി മൊത്തം ഒന്നും കൂട്ടിയില്ല, ചാറ് മാത്രമേ കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ദണ്ട് ഈ സമയമായപ്പോഴാണ് കേട്ടോ, 6:30 ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. 6:30 കേട്ടോ ടൈം, ഇറങ്ങുന്ന ടൈം. അങ്ങനെ നമ്മൾ നടന്നു പോകണം. അയ്യോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ണിന് എന്തെങ്കിലും കുഴപ്പം വരുമോ? അല്ല, എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ, എനിക്ക് തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഞാൻ നടക്കുന്നതിൻ്റെ ആ ഒരു ഇത് ഫോഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്തായാലും ക്ഷമിക്കുക. അതാണ് കണ്ടോ, ഞാൻ ഓടുകയാണ് കേട്ടോ, നടക്കുകയല്ല. കാര്യം ഈ വണ്ടി കണ്ടോ, ഈ വണ്ടി എന്നെ കണ്ട് നിർത്തി. അങ്ങനെ ഇപ്പം സ്ഥിരമായിട്ട് ഞാൻ ഈ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. കാരണം ഇതാണെങ്കിൽ നമ്മുടെ പാലത്തിൽ കറക്റ്റ് കൊണ്ട് നിർത്തി തരും. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വണ്ടിയിലാണ് സ്ഥിരമായിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ദണ്ട നമ്മുടെ തോട്ടുംകര എത്തി. ദണ്ട് ഈ ഇരുട്ടായി കേട്ടോ, നിങ്ങൾക്ക് എന്നെ കാണാൻ പോലും പറ്റത്തില്ല. എന്നാൽ പല്ല് കാണാൻ നല്ലപോലെ അല്ലേ. ദണ്ട് ഇത്ര ഇരുട്ടാകുമ്പോഴാണ് നമ്മൾ വരുന്നത്. ഏകദേശം 7 മണി അടുപ്പിച്ചാവും കേട്ടോ നമ്മൾ വീട്ടിൽ വരുമ്പോൾ. 6:50, 51 ആവും നമ്മൾ വീട്ടിൽ വരുമ്പോൾ. എന്നിട്ട് വന്ന് ചായ ഇട്ടു. പിന്നെ ഫുഡ് കഴിക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റിയില്ല, കാര്യം എനിക്ക് എൻ്റെ മോനെ കണ്ടപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു സെയിൽസ് ഗേളിൻ്റെ ഒരു രോദനം. സെയിൽസ് ഗേൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ. എന്നിട്ട് അടുത്ത വീഡിയോ കാണാമേ.